16ാമത് ഏഷ്യ പസഫിക് ഷിറ്റോറിയോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം. രാജ്യത്തിന് സ്വർണ്ണ മെഡൽ നേടിത്തന്ന രഞ്ജിത്ത് ജോസിന് ജന്മനാട്ടിൽ ഊഷ്മള സ്വീകരണം. പൗരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിംഗപ്പൂരിൽ നടന്ന 16ാമത് ഏഷ്യ പസഫിക് ഷിറ്റോറിയോ ചാമ്പ്യൻഷിപ്പിൽ 27ഓളം രാജ്യങ്ങളോട് പോരാടി സ്വർണം നേടിയ കോതമംഗലം ഊന്നുകൽ സ്വദേശി രഞ്ജിത്ത് ജോസിന് ജന്മനാട്ടിൽ ഊഷ്മള വരവേൽപ്പ്. കോതമംഗലം താലൂക്ക് പൗരസമിതി ഗാന്ധി സ്ക്വയറിൽ തിങ്കളാഴ്ച ഒരുക്കിയ പൗരസ്വീകരണം നാടിന്റെ ആഘോഷമായി മാറി. പൗരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം താലൂക്ക് പൗരസമിതി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കരോട്ട രംഗത്ത് സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് അർഹനായ ഊന്നുകല്ലുകാരനായ രഞ്ജിത്ത് ജോസിന് നമ്മൾ ഇന്ന് പൗരാവലിയുടെ പൗരസമിതിയിലെ പൗര സ്വീകരണം നൽകുകയാണ് ഉണ്ടായത്. അദ്ദേഹം 16ാമത് മത്സരം നടക്കുമ്പോൾ സിംഗപ്പൂരിൽ നിന്നാണ് നമ്മൾ ഈ മത്സരം നടക്കുന്നത്. സിംഗപ്പൂര് ചെല്ലുകയും 27ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ സമ്മാനാർഹനായത്. അപ്പോൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും നമ്മുടെ എറണാകുളം ജില്ലയുടെയും അഭിമാനമാണ് ആയി മാറിയിരിക്കുകയാണ്. അദ്ദേഹം പൗരസമിതിയിലെ ഒരു അംഗവും അതുപോലെ തന്നെ മാതാപിതാക്കളായിട്ടാണെങ്കിലും പൗരസമിതിയായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും പെരുമാറുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ അഭിമാനം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. പ്രസിഡന്റ് ഷാജി പീച്ചക്കര അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജിജി പുളിക്കൽ, റെനി കാക്കനാട്ട്, ടി.പി. മേരിദാസ്, ജോർജ് മനയാത്തിപ്പുറത്ത്, കെ.എ. സൈനുദ്ദീൻ, ബേസിൽ ശങ്കര, ബോബി മണിത്തോട്ടം എന്നിവർ സംസാരിച്ചു. സ്വീകരണത്തിന് സ്വർണ്ണ മെഡൽ ജേതാവ് രഞ്ജിത്ത് ജോസ് കൃതജ്ഞത അറിയിച്ചു. രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്, അതുവഴി ഇങ്ങനൊരു മെഡൽ നേടിക്കൊണ്ട് എൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരാൻ സാധിച്ചത് ഈ നല്ലവരായ നാട്ടുകാരുടെ സഹകരണവും പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് തന്നെയാണ്. അതിനായി എനിക്കിവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു വേദിക്ക്, ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകൾക്കും, എന്നോട് സ്നേഹവും ആദരവും കാണിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് എൻ്റെ കരാത്തെ സ്കൂളിൻ്റെ പേരിൽ, എൻ്റെ നാടിൻ്റെ പേരിൽ, എൻ്റെ വീട്ടുകാരുടെ പേരിൽ, ഷിംബുഖാൻ കരാത്തയുടെ ഫാമിലിയുടെ പേരിൽ എല്ലാം ഉള്ള നന്ദി അറിയിക്കുകയും. മീഡിയ സിറ്റി കോതമംഗലം.